ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന 8ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്ററായി സൊല്യൂഷൻസ് ഓഫ് ഇക്വേഷൻസ് അഥവാ സമവാക്യ പരിഹാരം എന്ന ചാപ്റ്ററിലെ 6ാമത്തെ ഭാഗമാണ്. അതായത് പേജ് നമ്പർ 89-ലെ 3ഉം 4ഉം ചോദ്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ 2ാമത്തെ ചോദ്യം ചെയ്തിരുന്നു. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തൊക്കെ നിങ്ങൾ പഠിച്ചെന്ന് വിചാരിക്കുന്നു. 3ാമത്തെ ചോദ്യം ഇതാണ്: The price of a book is 4 rupees more than the price of a pen. The price of a pencil is 2 rupees less than the price of this pen. A person bought 5 books, 2 pens and 3 pencils and paid 54 rupees for them. What is the price of each? അതായത് ഒരു പുസ്തകത്തിൻ്റെ വില ഒരു പേനയുടെ വിലയേക്കാൾ 4 രൂപ കൂടുതലാണ്. ഒരു പെൻസിലിൻ്റെ വില ഈ പേനയുടെ വിലയേക്കാൾ 2 രൂപ കുറവുമാണ്. ഒരാൾ 5 പുസ്തകവും 2 പേനയും 3 പെൻസിലും വാങ്ങി. ആകെ 54 രൂപയായി. ഓരോന്നിൻ്റെയും വില എന്താണ്? ഇതാണ് ചോദ്യം. നമുക്കൊരു ചോദ്യം കിട്ടിക്കഴിയുമ്പോൾ അതിനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വായിച്ച് അതിൻ്റെ മാത്തമാറ്റിക്കൽ സ്റ്റെപ്പ് കണക്കിൻ്റെ ഈക്വൽ ടു സൈൻ ഇട്ടുള്ള ആ രൂപത്തിൽ എക്സ് കൊടുക്കേണ്ടടുത്ത് എക്സ് കൊടുത്ത് ഇക്വേഷൻ ഫ്രെയിം ചെയ്യുകയാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ആദ്യത്തെ സെൻറ്റൻസ് എന്താ പറയുന്നത്? ദ പ്രൈസ് ഓഫ് എ ബുക്ക് ഈസ് 4 rupees മോർ ദാൻ ദ പ്രൈസ് ഓഫ് എ പെൻ. ഒരു പുസ്തകത്തിൻ്റെ വില ഒരു പേനയുടെ വിലയേക്കാൾ 4 രൂപ കൂടുതലാണ്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് അത്ര മാത്രം വായിക്കുക. അതിൽ നിന്ന് എന്തെഴുതാം? പ്രൈസ് ഓഫ് എ ബുക്ക് ഈക്വൽ ടു പ്രൈസ് ഓഫ് എ പെൻ പ്ലസ് 4. 4 രൂപ കൂടുതലായതുകൊണ്ടാണ് പ്ലസ് വന്നത്. അത് ബുക്കിൻ്റെ വില ഈക്വൽ ടു പേനയുടെ വില പ്ലസ് 4 രൂപ കൂടുതലാണ്. ഇനി രണ്ടാമത്തെ സെൻറ്റൻസ് എന്താണ് പറയുന്നത് നോക്കാം. The price of a pencil is 2 rupees less than the price of this pen. പെൻസിലിൻ്റെ വില ആ പേനയുടെ വിലയേക്കാൾ 2 കുറവാണ്. അപ്പോൾ എന്തെഴുതാം? പ്രൈസ് ഓഫ് എ പെൻസിൽ ഈക്വൽ ടു പ്രൈസ് ഓഫ് ദ പെൻ മൈനസ് 2. അല്ലെങ്കിൽ എങ്ങനെ? പെൻസിലിൻ്റെ വില സമം പേനയുടെ വില മൈനസ് 2 എഴുതാമല്ലോ. ഇനി ഇവിടെ രണ്ടിടത്തും ഏതുമായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്? പേനയുടെ വിലയുമായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്. ഈ രണ്ടിടത്തും പേനയുടെ വിലയുമായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്. അപ്പോൾ പേനയുടെ വിലയെ നമുക്ക് എക്സ് എന്ന് കൊടുക്കാം. ലെറ്റ് എക്സ് ബി ദ പ്രൈസ് ഓഫ് ദി പെൻ. പേനയുടെ വിലയെ എക്സ് എന്ന് എടുക്കാം. അപ്പം നമുക്കിവിടെ പേനയുടെ വിലയ്ക്ക് പകരം എക്സ് കൊടുക്കാമല്ലോ. അപ്പോൾ പ്രൈസ് ഓഫ് എ ബുക്ക് എന്താകും? എക്സ് പ്ലസ് 4 ആയി അല്ലേ? ബുക്കിൻ്റെ വില എക്സ് പ്ലസ് 4 ആയി. പ്രൈസ് ഓഫ് എ പെൻസിൽ എന്തായി? എക്സ് മൈനസ് 2 ആയി ആണല്ലോ. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഒരാൾ എത്ര ബുക്ക് വാങ്ങിച്ചു? 5 ബുക്സ്, പിന്നെ 2 പെൻസ്, 3 പെൻസിൽസ്. ഇത്രയും സാധനങ്ങളാണ് ഒരാൾ വാങ്ങിച്ചത്. ഇതിനെല്ലാം കൂടെ എത്ര രൂപയുമായി? 54 രൂപയായെന്നും പറഞ്ഞു. മനസ്സിലായല്ലോ? 5 ബുക്കും 2 പേനയും 3 പെൻസിൽസും കൂടെ ചേർത്താണ് 54 രൂപയായത്. നമുക്ക് ഒരു ബുക്കിൻ്റെ വില അറിയാം. ഒരു ബുക്കിൻ്റെ വില പ്രൈസ് ഓഫ് എ ബുക്ക് എന്താ? എക്സ് പ്ലസ് 4. അപ്പോൾ 5 ബുക്ക് എന്ന് പറയുമ്പോൾ 5 ഇൻറ്റു എക്സ് പ്ലസ് 4. ആ ഇൻറ്റുവിന് പകരമാണ് ബ്രാക്കറ്റ് ഇടുന്നത്. പ്ലസ് ഇട്ടു. ഒരു പെന്നിൻ്റെ വില എന്താ? പെന്നിൻ്റെ വില പേനയുടെ വിലയാണല്ലോ എക്സ്. അപ്പോൾ 2 പേന വന്നപ്പോൾ 2x പ്ലസ് 3 പെൻസിൽസ്. പെൻസിലിൻ്റെ വില എന്താ? പ്രൈസ് ഓഫ് എ പെൻസിലാണ് എക്സ് മൈനസ് 2. അപ്പോൾ 3 ഇൻറ്റു എക്സ് മൈനസ് 2 ഈക്വൽ ടു 54 എന്ന് എഴുതാമല്ലോ. ഇനി നമുക്ക് ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. 5 ഇൻറ്റു എക്സ് വേണം പ്ലസ് 5 ഇൻറ്റു 4. അതേപോലെ 3 ഇൻറ്റു എക്സ് മൈനസ് 3 ഇൻറ്റു 2. അപ്പോൾ 5 ഇൻറ്റു എക്സ് എന്താണ്? 5x പ്ലസ് 5 4s are 20 പ്ലസ് 2x plus 3 into x 3x
മൈനസ് 3 2s are 6 ഈക്വൽ ടു 54. നമുക്ക് എക്സിൻ്റെ വാല്യൂ ആണ് വേണ്ടത്. അപ്പോൾ എക്സ് എല്ലാം കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഒരു 5x ഉണ്ട്, ഇതിന് സൈൻ ഇല്ല എന്ന് പറഞ്ഞാൽ പ്ലസ് സൈൻ ആണ്. ഇവിടെ പ്ലസ് 2x ഉണ്ട്, ഇവിടെ പ്ലസ് 3x ഉണ്ട്. സൈൻ ഉൾപ്പെടെ വേണം ചെയ്യാനായിട്ട്. 5 + 2 7, 7 + 3 10. അപ്പോൾ 10x എന്ന് എഴുതാമല്ലോ, 10x. ഇനി നമ്പേഴ്സ് 20 - 6, 20ൽ നിന്ന് 6 പോകുമ്പോൾ 14 പ്ലസ് 14 ഈക്വൽ ടു 54 എന്ന് കിട്ടിയല്ലോ. ഇനി എക്സ് ഉള്ള ടേം അവിടെ വെക്കുക. അപ്പോൾ 10x ഈക്വൽ ടു 54 റൈറ്റ് സൈഡിലുണ്ട്. ഈ പ്ലസ് 14 അപ്പുറത്തേക്ക് പോകുമ്പോൾ -14 ആവും. 54 - 14 എത്രയാണ്? 40. അപ്പോൾ എക്സ് എത്രയെന്ന് കിട്ടി? എക്സ് ഈക്വൽ ടു ഈ 40 ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്ന 10 ഇപ്പുറത്ത് പോകുമ്പോൾ ഡിവിഷൻ ആവും. 40/10 എന്ന് പറയുന്ന 4. എക്സ് എന്തിൻ്റെ വിലയാണ്? പ്രൈസ് ഓഫ് ദി പെൻ ആണ് അല്ലേ? അപ്പോൾ പ്രൈസ് ഓഫ് ദി പെൻ എത്രയെന്ന് കിട്ടി? പേനയുടെ വില എത്ര കിട്ടി? 4 രൂപ. അങ്ങനാണെങ്കിൽ ബുക്കിന്റെ വില എത്രയാണ്? 4ഉം 4ഉം കൂടെ കൂട്ടുക അല്ലേ? എക്സ് 4ആണ്, 4ഉം 4ഉം 8. അപ്പോൾ ബുക്കിന്റെ വില 8 രൂപ എന്ന് കിട്ടിയല്ലോ, 8 rupees. ഇനി പെൻസിലിന്റെ വിലയോ? എക്സിൽ നിന്ന് 2 കുറയ്ക്കണം. എക്സ് 4ആണ്, 4ൽ നിന്ന് 2 പോകുമ്പോൾ 2 രൂപ. ക്ലിയർ ആയില്ലേ? ഇനി അടുത്ത ചോദ്യം കൂടെ നമുക്ക് നോക്കാം. അടുത്ത 4ാമത്തെ ചോദ്യം ഇതാണ്. എ സ്ക്വയർ കണ്ടെയ്നിങ് 4 numbers in a calendar is marked and the sum of these numbers is 80. What are the numbers? കലണ്ടറിൽ 4 സംഖ്യകളുള്ള ഒരു സമചതുരം അടയാളപ്പെടുത്തിയ അതിലെ സംഖ്യകളെല്ലാം കൂട്ടിയപ്പോൾ 80 കിട്ടി. സംഖ്യകൾ ഏതൊക്കെ? ഇതാണ് ചോദ്യം. അപ്പം നമുക്ക് കലണ്ടർ വെച്ചിട്ട് നോക്കാം. അപ്പോൾ ഇവിടെ കലണ്ടറിൽ 4 numbers ഉള്ള ഒരു സ്ക്വയർ ആണ് എടുക്കേണ്ടത്, സമചതുരമാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇത് നോക്കിക്കേ, നമുക്ക് ഇവിടെ തന്നെ തുടങ്ങാം. 1 2 8 9. ഇതിപ്പോൾ 4 numbers ഉള്ള ഒരു സമചതുരമാണ്. അല്ലെങ്കിൽ 2 3 9 10. ഇത് 4 numbers ഉള്ള ഒരു സമചതുരം. അല്ല 4 5 11 12. 4 numbers ഉള്ള ഒരു സ്ക്വയർ ആണ്. 5 6 12 13. 4 numbers ഉള്ള സ്ക്വയർ. അങ്ങനെ നമുക്ക് ഇതിൽ കലണ്ടറിൽ എവിടെ വേണമെങ്കിലും നമുക്ക് അങ്ങനെ സെലക്ട് ചെയ്യാം. ഇവിടെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഏത് സ്ക്വയർ എടുത്താലും 4 numbers ഉള്ള ഏത് സ്ക്വയർ എടുത്താലും, ഇപ്പോൾ 8 9 15 16, 8 കഴിഞ്ഞാൽ അതിൻ്റെ റൈറ്റ് സൈഡിൽ കിടക്കുന്നത് 8നേക്കാളും 1 കൂടുതലാണ് അല്ലേ? ഇനി 8ൻ്റെ നേരെ താഴെ കിടക്കുന്നതോ എത്ര കൂടുതലാണ്? 7 കൂടുതലാണ്. 8 + 7 അല്ലേ 15. അപ്പോൾ ഈ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ വരുമ്പോഴോ എത്ര കൂടുതലാണ്? 8നേക്കാളും 8 കൂടുതലാണ്. മനസ്സിലായോ? അപ്പോൾ ഏത് നമ്പർ വേണമെങ്കിലും എടുത്തോ, ഏത് സ്ക്വയർ വേണമെങ്കിലും എടുത്തോ. അപ്പോൾ 19 കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ 19 + 1 20. 19ൻ്റെ താഴെ എന്ന് പറഞ്ഞാൽ 19 + 7 ആണ് 26. ഇനി 19ൻ്റെ നേരെ ഡയഗണലായിട്ട് വരുന്നത് 27. അതായത് 19ൻ്റെ കൂടെ 8 ആഡ് ചെയ്തപ്പോഴാണ് 27 കിട്ടിയത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഒരു സ്ക്വയർ വരച്ച് 4 ബോക്സ് ആക്കി കഴിഞ്ഞാൽ എങ്ങനെ നമ്പേഴ്സിനെ എഴുതാം? ആദ്യത്തെ നമ്പറിനെ എക്സ് എന്ന് എടുത്തു കഴിഞ്ഞാൽ രണ്ടാമത്തെ നമ്പർ വലതുവശത്ത് കിടക്കുന്ന x+1 ആകും. ആ 1ൻ്റെ നേരെ താഴെ കിടക്കുന്നത്, അതായത് ഇവിടെ എക്സ് എടുത്താൽ എക്സിൻ്റെ നേരെ താഴെ കിടക്കുന്ന x+7. പിന്നെ ഈ ഇവിടെ വരുന്നതോ, ഈ ലാസ്റ്റ് കോളം വരുന്നതോ x+8. അപ്പോൾ നമുക്ക് അങ്ങനെ ഒന്ന് അറേഞ്ച് ചെയ്യാം. അപ്പോൾ ഇത് കലണ്ടറിലെ 4 numbers ഉൾക്കൊള്ളുന്ന ഒരു സ്ക്വയർ ആണ്, സമചതുരമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ആദ്യത്തെ കോളത്തിൽ എക്സ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ട് വലതുവശത്ത് കിടക്കുന്നത് x+1 ആകും. അതിൻ്റെ താഴെ കിടക്കുന്ന എക്സിൻ്റെ താഴെ കിടക്കുന്നത് x+7 ആകും. ഇത് ലാസ്റ്റ് കോളം x+8, കാരണം x+7നേക്കാൾ 1 കൂടുതലാണ് x+8 അല്ലേ? ഇപ്പൊ നമുക്ക് ചോദ്യത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇത് 4ഉം കൂടെ കൂട്ടുമ്പോൾ 80 കിട്ടണം. അപ്പോൾ ആദ്യത്തെ നമ്പർ x+, രണ്ടാമത്തെ നമ്പർ x+1, മൂന്നാമത്തെ നമ്പർ x+7, താഴത്തത് ഇനി x+8. ഇത് 4ഉം കൂടെ കൂട്ടുമ്പം 80 ആണെങ്കിൽ എക്സ് എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ എക്സ് എല്ലാം കൂടെ കൂട്ടിയാൽ നോക്കാം. ഇവിടെ ഒരു എക്സ് ഉണ്ട്, ഇവിടെ ഒരു എക്സ് ഉണ്ട്, എല്ലാം പോസിറ്റീവാണ്. അപ്പം 4x ഉണ്ട്. പിന്നെ ഈ 1 + 1 + 7 8, 8 8
16 ഈക്വൽ ടു 80 എന്ന് എഴുതാമല്ലോ. മനസ്സിലായല്ലോ. ഇനി 4x എത്രയാണ്? 80 മൈനസ് 16. 80 മൈനസ് 16 എത്രയാണ്? 64. അപ്പോൾ 4x ആണ് 64. എക്സ് എത്ര വരും? 64നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 6-നകത്ത് എത്ര 4 ഉണ്ട്? ഒരു 4 ഉള്ളൂ. റിമൈൻഡറോ? മിച്ചം 2 ഉണ്ട്. അപ്പം നെക്സ്റ്റ് നമ്പർ 24. 24-നകത്ത് 4 എത്ര പ്രാവശ്യമാണ്? 6 ടൈംസ്. അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് എത്രയെന്ന് എഴുതാം? 60 എന്ന് എഴുതാം. ഇനി എക്സ് പ്ലസ് 1 എന്ന് പറയുമ്പോൾ 17 ആയി അല്ലേ. ഇനി എക്സ് പ്ലസ് 7 16ൻ്റെ കൂടെ 7 കൂട്ടുക 23. ഇവിടെ എന്ത് വരും? 24. അപ്പം നമുക്ക് 4 നമ്പേഴ്സും കിട്ടിയില്ലേ. ഇനി കലണ്ടർ വെച്ചൊന്ന് നോക്കാം, അങ്ങനെ ഒരു സ്ക്വയർ ഉണ്ടോ ഇല്ലയോ നോക്കാം. 16, 17, 23, 24. 16, 17, 23, 24. ഇത് ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. എല്ലാവരും നല്ല രീതിയിൽ എഴുതി പഠിക്കുക.